റിലേഷൻഷിപ്പിൽ നമ്മൾ എത്രമാത്രം ബൗണ്ടറീസ് വെക്കണം, അല്ലെങ്കിൽ എവിടെ വരെ ബൗണ്ടറീസ് വെക്കണം? 15 വയസ്സിനും 29 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആത്മഹത്യയാണ്. അപ്പം ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡിപ്രഷനാണ്. സോ അത് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്തില്ലെങ്കിൽ ചില കേസുകളിലെങ്കിലും സൂയിസൈഡിൻ്റെ റിസ്ക് കൂടുതലാണ്. കുട്ടികളെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ അമിതമായിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും പേരൻസ് തന്നെ ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ടോക്സിക് ബിഹേവിയർ പല പേരൻസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. റീൽസ് കാണുമ്പോൾ ലക്ഷറി കാറിൽ ആളുകൾ നടക്കുന്നു, ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നു. പക്ഷേ ഒരു റിയൽ ലൈഫിലോട്ട് വരുമ്പം ഇവരുടെ ഈ ഒരു എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇത് പല ആളുകൾക്കും ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാറുണ്ട്, ഭയങ്കര ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആളുകൾ യൂസ് ചെയ്യുന്ന വാക്കുകളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ ഭ്രാന്ത് വന്നു എന്ന് പറയുന്നതിന് പകരം ഇപ്പം ആളുകൾ കുറച്ചും കൂടെ ഡിപ്രഷൻ വന്നു, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ വന്നു എന്നൊക്കെയുള്ള വാക്കുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ നല്ല ഉറക്കം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ശരിക്കും ഒരു നല്ല ഉറക്കം കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് സ്ലീപ്പ് ഹൈജീൻ ടെക്നിക്സ് ഫോളോ ചെയ്യുക എന്നാണ്. ഉറങ്ങുന്നതിന് ടൈമിംഗ് ഉണ്ടോ? അതായത് രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്കാണ് കിടന്ന് ഉറങ്ങണം. ഇപ്പോൾ ചിലർ 3 മണിക്ക് കിടന്നുറങ്ങിയിട്ട് ഒരു ഉച്ചയാകുമ്പോൾ എണീറ്റ് ആ ഒരു രീതിയിൽ വരുന്നത് ഹെൽത്തിയാണ്. ഈ ചില ആളുകളെങ്കിലും ലൈഫിൽ കേട്ടിട്ടുണ്ടായിരിക്കും, നീ ഒരു ഭയങ്കര സെൽഫിഷാണ്, നീ എപ്പോഴും നിൻ്റെ സന്തോഷം മാത്രമേ നോക്കത്തുള്ളൂ. ശരിക്കും നമ്മുടെ സന്തോഷം നോക്കുന്നത് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല. നമ്മുടെ സന്തോഷം നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സെൽഫ് കെയറിൻ്റെ ഭാഗമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അക്ഷയ് കെ വർക്കിയാണ്. ഹായ് അക്ഷയ്. ഹായ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മുന്നിൽ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. കാരണം ഡീപ്പായിട്ടുള്ള വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണത്. നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നതായിട്ട് അക്ഷയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഓക്കെ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എടുക്കുവാണെങ്കിൽ ഞാൻ 2019 പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അന്നത്തുമായിട്ട് താരതമ്യം ചെയ്യുമ്പം കുറേയൊക്കെ ആളുകളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അന്നൊക്കെ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരുമ്പോൾ ആളുകൾ പൊതുവേ ചോദിക്കാറുണ്ട്, അപ്പോയിൻമെൻറ്റ് വേണ്ടി വിളിക്കുമ്പോൾ, ഓക്കെ ഞങ്ങൾ വരുന്ന ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചൊരു ലേറ്റായിട്ട് അപ്പോയിൻമെൻറ്റ് തരാമോ, അപ്പം വേറെ ആരും കാണത്തില്ലല്ലോ. പക്ഷേ ഈ അടുത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു കോളൊന്നും അങ്ങനെ ആളുകൾ ചോദിച്ചിട്ടില്ല. ഫോൺ വരുമ്പോൾ ആരും തന്നെ അങ്ങനെ ചോദിച്ചിട്ടില്ല. സോ എനിക്ക് തോന്നുന്ന കുറേയൊക്കെ മാറ്റങ്ങൾ ആളുകൾക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയക്കൊക്കെ അതിൻ്റെ നല്ലൊരു റോളുണ്ട്. നമ്മുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല ആളുകളും അവരുടെ പല പ്രശ്നങ്ങളും തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്, ഓക്കെ ഇത് അവർക്ക് മാത്രം, അല്ലെങ്കിൽ അവർക്ക് മാത്രമല്ല ഈ പ്രോബ്ലം, മറ്റാളുകൾക്കും ഉണ്ട്, ഇത് നാണക്കേട് വിചാരിക്കേണ്ട ഒരു കാര്യമല്ല, നമുക്ക് ചികിത്സിച്ചാൽ ശരിയാകും എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട് ആളുകൾക്ക്. അതുപോലെ തന്നെയാണ് ആളുകൾ യൂസ് ചെയ്യുന്ന വാക്കുകളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ ഭ്രാന്ത് വന്നു എന്ന് പറയുന്നതിന് പകരം ഇപ്പം ആളുകൾ കുറച്ചും കൂടെ ഡിപ്രഷൻ വന്നു, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ വന്നു എന്നൊക്കെയുള്ള വാക്കുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ കുറേയൊക്കെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഓപ്പണായിട്ട് അവരുടെ അസുഖങ്ങൾ പറയുമ്പം നമുക്കും അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ റെഡിയാകുന്നുണ്ട്. പക്ഷേ അതിനൊരു നെഗറ്റീവും സൈഡും ഉണ്ട് ഈ സോഷ്യൽ മീഡിയ വന്നത്. കാരണം സോഷ്യൽ മീഡിയ തന്നെ ആളുകൾക്ക് ഇന്ന ലക്ഷണങ്ങളുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇന്ന രോഗമാണ്. ഇപ്പോൾ ചില റീൽസൊക്കെ കാണാം, ഈ 5 കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം. നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങനെ ഈ 5 കാര്യങ്ങളുള്ള ആളാണ് എങ്കിൽ ആ ഫ്രണ്ട് ടോക്സിക് ആണ്, അല്ലെങ്കിൽ ആ ഫ്രണ്ട് നിങ്ങളെ അത്രയും നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ആളുകൾക്കൊരു കൺഫ്യൂഷൻ ആക്കുന്നുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ ഒരു ഇടപെടൽ ആളുകളുടെ ഇടയിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഓക്കെ, ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇൻഫോർമേഷൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാ ഇൻഫോർമേഷനും അത്രയും സയൻറ്റിഫിക് ആണെന്നൊരു നിർബന്ധമില്ല. അപ്പം എക്സാമ്പിൾ ഞാൻ ഈ അടുത്തൊരു ഹിന്ദി റീല് കണ്ടാണ്. അപ്പം അതിലാൾ പറയുന്നത് എങ്ങനെ ഉറങ്ങാതിരുന്ന് പഠിക്കാം എന്നുള്ളതാണ്. ഒരാഴ്ചത്തേക്കുള്ള വലിയൊരു ചാർട്ടൊക്കെ ഉണ്ടാക്കി പറയുന്നുണ്ട്, ഒരാഴ്ച എങ്ങനെ ഉറങ്ങാതെ എങ്ങനെ പഠിക്കാം എന്ന്. ശരിക്കും ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഒരാൾ പഠിക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഉറക്കം തന്നെയാണ്. കാരണം നമ്മുടെ മെമ്മറിയുടെ കൺസോളിഡേഷൻ നടക്കുന്നത് ഉറക്കത്തിലാണ്. അപ്പം ചില ആളുകൾ ഓർക്കൊക്കെ ഞാൻ ഉറങ്ങാതിരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ പല കാര്യങ്ങളും പഠിക്കുമ്പോഴും അത് അവരുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. സോ അപ്പം ഇങ്ങനത്തെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഒരു ഇൻഫോർമേഷൻ എടുക്കുമ്പം അത് ആരാണ് ആ ഇൻഫോർമേഷൻ പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫോർമേഷൻ എത്രമാത്രം സയൻറ്റിഫിക് വാലിഡിറ്റി ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് പലപ്പോഴും ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. ആളുകളുടെ ഇടയിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്?
ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് കുറേയൊക്കെ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പല കാര്യങ്ങളെപ്പറ്റിയുമുള്ളൊരു പെർസെപ്ഷനിൽ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. പല ആളുകൾക്കും ലൈഫിനെ പറ്റി ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഇതിൽ നിന്നുണ്ടാകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം റീൽസ് കാണുമ്പോൾ ലക്ഷറി കാറിൽ ആളുകൾ നടക്കുന്നു, ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നു. പക്ഷേ ഒരു റിയൽ ലൈഫിലോട്ട് വരുമ്പം ഇവരുടെ ഈ ഒരു എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇത് പല ആളുകൾക്കും ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാറുണ്ട്, ഭയങ്കര ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും സത്യമല്ല. അതുപോലെ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ കാര്യങ്ങൾ കാണുമ്പം അപ്പോൾ ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് റീലിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ സ്ട്രഗിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പലപ്പോഴും നമ്മൾ കാണുന്നില്ല. എഫേർട്ട് നമ്മൾ കാണില്ല. അത് നമ്മളെ ലൈഫിലേക്ക് വരുമ്പം കഷ്ടപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ അവർക്കുള്ളൊരു റിസോഴ്സസ് ആയിരിക്കണം എന്നില്ല ശരിക്കും നമുക്കുള്ളത്. അപ്പം ഈ ഒരു ഗ്യാപ്പ് പലപ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ചില ആളുകൾ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, ഇവരെന്ത് ഈ കാര്യത്തിന് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇതൊരു ചെറിയ കാര്യമല്ലേ, അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നതെന്ന്. ചിലപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം, അവർക്ക് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കും അവർ വലുതാകുമ്പോഴും ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടോക്സിക് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഈ ടോക്സിക് പാരൻറ്റിങ് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കും? അപ്പോൾ ഈ ടോക്സിക് പേരൻറ്റിങ്ങിനെ പറ്റി പറയുമ്പം പല പേരൻസും ടോക്സിക് ബിഹേവിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. ഇപ്പം കുട്ടികളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ അമിതമായിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും പേരൻസ് തന്നെ ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ടോക്സിക് ബിഹേവിയർ പല പേരൻസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പല പേരൻസിൻ്റെ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണ, കുട്ടികളുടെ ലൈഫിൽ എല്ലാ കാര്യത്തിലും അവർക്കൊരു കൺട്രോൾ വേണമെന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. അപ്പം ഈ ഒരു തെറ്റായ ധാരണയിലാണ് ഇവരെല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓവറായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ഇത് കുട്ടികളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പല ആളുകളും അവെയർ ആകുന്നില്ല. ഒരു വ്യക്തിയെ മെൻ്റലി സ്റ്റേബിൾ ആക്കുന്നതിന്, അല്ലെങ്കിൽ അയാൾക്കൊരു മികച്ച മാനസികാരോഗ്യം നൽകുന്നതിന് ഒരു ഫാമിലിയുടെ പാർട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ പങ്ക് എങ്ങനെയാണ്? ഓക്കെ, ഫാമിലിക്ക് വളരെ വലിയൊരു റോളുണ്ട് ഒരു വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്തിൽ. ഇപ്പം ഞാൻ പല പേരൻസിനെയും കണ്ടിട്ടുണ്ട്, അവർക്ക് ഗൾഫിലൊക്കെയുള്ള നല്ല ജോലി കളഞ്ഞിട്ട് കുട്ടികളുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടി അവർ നാട്ടിൽ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയൊക്കെ നല്ല ജോലികളൊക്കെ കളഞ്ഞു വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇപ്പം ചില കുട്ടികൾ ഒക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്, ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പം പല പേരൻസും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചില പേരൻസ് എങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് അഹങ്കാരമാണ്, അടികിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമാണ് പേരൻസ് പറയുന്നത്. സോ ശരിക്കും പേരൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒരു മെൻ്റൽ ഹെൽത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പല ഇഷ്യൂസും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ചില കേസുകളിലെങ്കിലും നമ്മൾ കാണുന്നത് പേരൻസിൻ്റെ ബിഹേവിയർ തന്നെ കുട്ടികൾക്ക് വലിയ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. കാരണം എപ്പോഴും അവരെ പ്രശ്നങ്ങൾ, അതെ, കുട്ടികളെ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഓവറായിട്ട് ഇൻവോൾവ് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെന്റൽ ഫ്രീഡം കൊടുക്കാത്തത് അവരെ ബാധിക്കാൻ തീർച്ചയായിട്ടും അവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എപ്പോഴും കൺട്രോൾ ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പേരൻസ് തന്നെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ഡിസിഷൻസ് എടുക്കുമ്പോൾ പൊതുവേ കാണുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെയാണ് ചില പേരൻസ് എങ്കിലും അവരുടെ കുട്ടികളുടെ ഇമോഷൻസിനെ ഒട്ടും വാലിഡേറ്റ് ചെയ്യത്തില്ല. ഇപ്പം അവരൊരു സങ്കടം പറയുമ്പോൾ ഇതൊക്കെയാണോ വലിയ പ്രശ്നം, ഇതിലും വലിയ പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകൾക്കൊക്കെ ഇല്ലേ എന്നൊക്കെ പൊതുവേ ചില പേരൻസ് എങ്കിലും കമൻറ്റ് പറയാറുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് കുട്ടികളുടെ ഫീലിങ്സിനെ ഇങ്ങനെ ഇൻവാലിഡേറ്റ് ചെയ്യുമ്പം പൊതുവേ ഉണ്ടാകുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അവരുടെ ഇമോഷൻസിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ളൊരു തോന്നലായിരിക്കും. അപ്പം അത് അതുപോലെ തന്നെയാണ് അവരവരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാൻ തുടങ്ങും. ഇത് പിന്നീട് എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്, അവരൊരു റിലേഷൻഷിപ്പിലൊക്കെ വരുമ്പം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതേ പാറ്റേൺ അവിടെ കണ്ടിന്യൂ ചെയ്യും. അവരവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യില്ല. മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഇമോഷൻ വാലിഡേഷൻ എപ്പോഴും കൂടുതൽ സീക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ചില ആളുകൾക്കുണ്ടാവും. സോ പേരൻറ്റിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഒരു വൈഫിനാണ് പ്രശ്നം വന്നെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ പാരൻസിനായാലും നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നേരെ തിരിച്ച് പാരൻസിനാണ് ഒരു പ്രശ്നം വന്നതെങ്കിൽ മക്കളുടെ ഭാഗത്ത് നിന്ന്, അങ്ങനെയൊക്കെ ഒരു വേണ്ട ഒരു ഇടപെടലുകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും വേണം. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഫാമിലിക്കൊരു വലിയൊരു റോളുണ്ട്. ഇപ്പം കുടുംബത്തിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം. കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പെട്ടെന്ന് തന്നെ അവരെ ഒരു ബാക്ക് ടു നോർമലിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. പാരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പല പാരൻസും ഒരു കംപ്ലൈൻറ്റ് പോലെ, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്, നീ നിൻ്റെ ഇഷ്ടത്തിന് നടന്നോ, നിനക്ക് ഇഷ്ടമുള്ള നടന്നു, നിനക്ക് നിൻ്റെ സന്തോഷമാണല്ലോ വലുതെന്നൊക്കെ പറയുന്ന നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം നമ്മുടെ ഒരു സെൽഫ് ലവ്, അല്ലെങ്കിൽ
നമുക്കിഷ്ടമുള്ളവർ ജീവിക്കുന്ന ആ ഒരു രീതി ചിലപ്പോൾ പലർക്കും ഡിസ്റ്റർബൻസ് ആയി തോന്നും. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഈ ചില ആളുകളെങ്കിലും ലൈഫിൽ കേട്ടിട്ടുണ്ടായിരിക്കും, നീ നിൻ്റെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ, നീ ഒരു ഭയങ്കര സെൽഫിഷാണ്, നീ എപ്പോഴും നിൻ്റെ സന്തോഷം മാത്രമേ നോക്കത്തുള്ളൂ. ശരിക്കും നമ്മുടെ സന്തോഷം നോക്കുന്നത് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല. നമ്മുടെ സന്തോഷം നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സെൽഫ് കെയറിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളെ കൂടുതൽ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റത്തുള്ളൂ. സോ സ്വന്തമായിട്ട് നമുക്ക് ഹാപ്പി ആകുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കും കൂടെ നിൽക്കുന്ന ആളുകളെ കൂടുതൽ ഹാപ്പി ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ പാരൻസ് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ സന്തോഷിച്ച് നടക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നല്ല ഫോട്ടോസൊക്കെ ഇടുമ്പോൾ പലരും ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആ ആളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കളയുന്നതിനോ അല്ലെങ്കിൽ അയാൾക്കൊരു ഡീമോട്ടിവേഷൻ കിട്ടുന്നത് പോലെയോ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ ഒരു വ്യക്തിയെ എങ്ങനെ ബാധിക്കും? തീർച്ചയായിട്ടും അത് ബാധിക്കും. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇപ്പം നമുക്ക് ഹാപ്പി ആകേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കൂടുതൽ ഹാപ്പി ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഈ പേരൻറ്റിങ്ങിലൊക്കെയുള്ള ചില പ്രശ്നങ്ങളാണ്. പേരൻസ് കുട്ടികളെ ഇങ്ങനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കും. അപ്പം നിനക്കിതെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തുകൂടെ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇത്തരം കമൻറ്റുകൾ കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പല ആളുകളും അറിയുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യുമ്പം ഇങ്ങനത്തെ കമൻറ്റുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ആയിരിക്കും കുട്ടികൾക്കുണ്ടാകുന്നത്. സോ പലപ്പോഴും ഇങ്ങനെ ഫിയർ ഉണ്ടാക്കി അല്ലെങ്കിൽ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കി അവരെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് പല പേരൻസും നോക്കുന്നതും കണ്ടിട്ടുണ്ട്. സോ ശരിക്കും ഒട്ടും നല്ലൊരു രീതിയല്ല അത്. ഓരോ വ്യക്തിക്കും അവർക്ക് ഹാപ്പി ആകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ ചെയ്യണം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ഏരിയയാണ്, പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ റിലേഷൻഷിപ്പിൽ നമ്മൾ എത്രമാത്രം ബൗണ്ടറീസ് വെക്കണം, അല്ലെങ്കിൽ എവിടെ വരെ ബൗണ്ടറീസ് വെക്കണം? ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകുന്നതിൽ ബൗണ്ടറിക്ക് വലിയൊരു റോളുണ്ട്. അപ്പം പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ, ബൗണ്ടറി വെക്കേണ്ട കാര്യമുണ്ടോ, അപ്പം ബൗണ്ടറി വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ എന്നൊക്കെ പല ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും അങ്ങനെയല്ല. റിലേഷൻഷിപ്പിൽ ബൗണ്ടറി വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകുന്നതിന് അതിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പം പല ആളുകളും കംപ്ലയിൻറ്റ് പറയുന്നതാണ്, ഇപ്പം അവന് എപ്പോഴും ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണം. ശരിക്കും അതൊരു ബൗണ്ടറി വെക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിലാകുമ്പം അതിനർത്ഥം എപ്പോഴും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ ഫോൺ വിളിക്കണം എന്നല്ല. അവിടെയാണ് ഒരു ടൈം ബൗണ്ടറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ടൈമുണ്ട്. ആ ഇൻഡിവിജ്വൽ ടൈമിൽ നമ്മുടെ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലായതുകൊണ്ട് എപ്പോഴും അവരെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഒരു ഇമോഷണൽ ബൗണ്ടറി. നമ്മൾ റിലേഷൻഷിപ്പിലാണ് എന്നതിനർത്ഥം നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ കൊണ്ടുപോയി തള്ളുക എന്നുള്ളതല്ല. അപ്പം നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണോ അവർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ ഹാപ്പി ആക്കേണ്ടതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്. മനസ്സിലാവുന്നത്. അപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിലായതുകൊണ്ട് അവരെന്നെ എപ്പോഴും ഹാപ്പി ആയിക്കൊണ്ടിരിക്കണം എന്നൊന്നും ഒരിക്കലും നമ്മൾ വാശി പിടിക്കരുത്. അങ്ങനത്തെ പല വാശിയാണ് റിലേഷൻഷിപ്പ് പലപ്പോഴും തകരാനായിട്ട് കാരണമാകുന്നത്. ചില ആളുകൾക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടാകാം. അപ്പം പലർക്കും മടിയാണ്, ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ചെറിയൊരു മടിയുണ്ട്, അല്ലെങ്കിൽ അതിനോട് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എന്തുമാത്രമാണ് ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്രഷന് ചികിത്സ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ഡിപ്രഷന് തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചില കണക്കുകൾ നോക്കണം. അപ്പം ഇന്ത്യയിലെ ചില പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് 56 മില്യൺ ആളുകളിൽ ഡിപ്രഷൻ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെയാണ് ഈ 15 വയസ്സിനും 29 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആത്മഹത്യയാണ്. അപ്പം ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡിപ്രഷനാണ്. സോ അത് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്തില്ലെങ്കിൽ ചില കേസുകളിലെങ്കിലും സൂയിസൈഡിൻ്റെ റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഡിപ്രഷൻ നമ്മുടെ ലൈഫിനെ ബാധിക്കും. അത് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ പഠനത്തെ ബാധിക്കാം, ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജോലിയെ ബാധിക്കാം, ഏറ്റവും പ്രധാനമായിട്ട് ഫാമിലി ലൈഫിനെ ബാധിക്കാം, പ്രത്യേകിച്ച് സെക്ഷുവൽ ലൈഫിനെയൊക്കെ ബാധിക്കാം. സോ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും എടുക്കണം. ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ ആളുകൾക്ക് ബാക്ക് ടു നോർമലിലോട്ട് എത്താനായിട്ട് പെട്ടെന്ന് സാധിക്കും. കഴിഞ്ഞ എനിക്ക് ഫഹദ് ഫാസിലിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. അദ്ദേഹം വേദിയിൽ വെച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ADHD ഉണ്ടെന്ന്. അതിനുശേഷം പലരും ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ADHD ഉണ്ട്. ശരിക്കും ADHD ഇങ്ങനെയുള്ള ഇപ്പോൾ ഫഹദ് പറഞ്ഞതുകൊണ്ട് പലരും പറയുന്നത് പോലെ ADHD ഒക്കെ അവർക്കുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്? ഈ ചില സെലിബ്രിറ്റീസൊക്കെ അവർക്ക് ഇങ്ങനെ ADHD ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ചില ആളുകളൊക്കെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ ചില അസസ്മെൻറ്റ് ചെയ്തിട്ട് വരും എനിക്കിങ്ങനെ ADHD ഉണ്ടെന്ന്. അപ്പം പല ആളുകൾക്കും ADHDയുടെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇപ്പം ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ADHD ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ലക്ഷണം ഈ ഇന്നറ്റൻഷനും ഈ ഒരു റെസ്റ്റ്ലെസ്നെസ് ഒക്കെ. ഇപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും അവർ പറയുന്നവർക്ക് ADHD ഉണ്ടെന്ന്.
അത് ADHD മാത്രമല്ല, മറ്റ് പല പ്രശ്നങ്ങളുള്ള ആളുകൾക്കും ഈ ഇന്നറ്റൻഷനും റെസ്റ്റ്ലെസ്നെസ് ഒക്കെ ഉണ്ടാകും. ഉദാഹരണത്തിന് ആങ്സൈറ്റി ഉള്ള ആളുകളിൽ ഈ പ്രശ്നങ്ങളുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഉറക്കം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്നറ്റൻഷനും റെസ്റ്റ്ലെസ്നെസ്സും ഉണ്ടാകാം. അപ്പം ADHD എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഏകദേശം 6 വയസ്സിന് മുമ്പേ തന്നെ അതിൻ്റെ പല ലക്ഷണങ്ങളും ആളുകൾ കാണിച്ചു തുടങ്ങും. അപ്പം ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു, അതൊരിക്കലും ADHD ആകണം എന്നില്ല. അപ്പം കൃത്യമായിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി എടുത്ത് ചില അസസ്മെൻറ്റിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി വേണം നമുക്കത് ഡയഗ്നോസ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ADHD പോലെയുള്ള കേസുകളിലൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ അടുത്ത് ഒരാൾ വരുമ്പം ഞാൻ പേരൻസിൻ്റെ അടുത്തുനിന്നും അല്ലെങ്കിൽ അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആളുകളിൽ ഡയഗ്നോസ് ചെയ്യുന്നത്. ഗുഡ് മെൻ്റൽ ഹെൽത്തിന് ഫാമിലീൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണ്? നല്ല ഫ്രണ്ട്സ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം നല്ല ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ആൾക്കാർ ആയിരിക്കണം അവർ. ഇപ്പോൾ നമ്മളൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ നീ ഇന്ന പ്രശ്നം ചെയ്തുകൊണ്ടല്ലേ നിനക്ക് ഈ പ്രശ്നം വന്നത് എന്നൊന്നും പറയാതെ നമ്മളെ കേട്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആക്കാണ്ടത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അവർ നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം. അപ്പം നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ അത് കേൾക്കാനായിട്ട് പറ്റുന്ന ആളുകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളെ വിലയിരുത്താതെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ നമ്മളെ വിലയിരുത്താതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മളത് ഒത്തിരി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാണ്ടത് ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. ഉറക്കത്തിന് മാനസികാരോഗ്യ ആ ഒരു നല്ല രീതിയിലുള്ളൊരു മാനസികാരോഗ്യം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു ഡെയിലി ലൈഫ് നല്ല രീതിയിൽ പോകണമെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്? ഉറക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, 1-2 ദിവസങ്ങളൊക്കെ ഇച്ചിരി ലേറ്റായിട്ട് കിടന്ന് കഴിയുമ്പം പല ആളുകൾക്കും ചെറുതായിട്ട് ഇറിറ്റബിലിറ്റി ഫീൽ ചെയ്യും, അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും. സോ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത് മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇപ്പം നിങ്ങൾ തെറപ്പി എടുക്കുന്നുണ്ടാവും, മെഡിസിൻ എടുക്കുന്നുണ്ടാവും, അതിനോടൊപ്പം തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് നല്ല ഉറക്കം. നിർബന്ധമായിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ഒരാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് ഉറങ്ങുന്നതിന് ടൈമിംഗ് ഉണ്ടോ? അതായത് രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് തന്നെ കിടന്ന് ഉറങ്ങണം. ഇപ്പോൾ ചിലർ 3 മണിക്ക് കിടന്നുറങ്ങിയിട്ട് ഒരു ഉച്ചയാകുമ്പോൾ എണീറ്റ് ആ ഒരു രീതിയിൽ വരുന്നത് ഹെൽത്തി ആണോ? ശരിക്കും നേരത്തെ കിടക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ആളുകൾ പറയാറുണ്ട് ഞാൻ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, പക്ഷേ വെളുപ്പിനെ 3 മണിക്കായിരിക്കും കിടക്കുന്നത്. പക്ഷേ എപ്പോഴും നല്ലത് നേരത്തെ കിടന്ന് ഒരു 8 മണിക്കൂർ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇപ്പം നല്ല ഉറക്കം മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചു. ഈ നല്ല ഉറക്കം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ശരിക്കും ഒരു നല്ല ഉറക്കം കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് സ്ലീപ്പ് ഹൈജീൻ ടെക്നിക്സ് ഫോളോ ചെയ്യുക എന്നാണ്. അപ്പം ഉറക്കക്കുറവുള്ളൊക്കെ ആളുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സ്ലീപ്പ് ഹൈജീൻ ടെക്നിക്സുകൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൊന്ന് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈം മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടക്കുകയും ഒരേ സമയത്ത് എഴുന്നേക്കാൻ നോക്കുക. ഇത് പല ആളുകൾക്കും അങ്ങനെയല്ല. ഒരു ദിവസം 10 മണിക്ക് കിടക്കും, വേറെ ദിവസം 11 മണിക്ക് കിടക്കും, വേറെ ദിവസം 1 മണിക്ക് കിടക്കും. അങ്ങനെയല്ല, എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബെഡ് ഉറങ്ങാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, 3 ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ, ലാപ്ടോപ്പ്, TV മുതലായ സ്ക്രീൻസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ബ്ലൂ ലൈറ്റ് എമിഷൻ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്ലീപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കും. സോ 1 മണിക്കൂർ മുൻപെങ്കിലും ഈ പറയുന്ന സ്ക്രീൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ചില ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഇപ്പോൾ ഉറക്കം വരാതിരിക്കുമ്പോൾ അവർ അന്നേരം പാട്ട് കേൾക്കാൻ പോകും, അല്ലെങ്കിൽ ബുക്ക് വായിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകും. സോ ബ്രെയിൻ ആക്റ്റീവ് ആയി കഴിയുമ്പം ഉറക്കം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഈ ഡേ ടൈമിലുള്ള ഉറക്കം പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊന്ന്, ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണിക്ക് ശേഷം കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. കാരണം കഫീൻ സ്റ്റിമുലൻ്റ് ആണ്, നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ നമുക്ക് ഉറക്കം കുറയാനുള്ള സാധ്യത കൂടുതലായി. ആളുകളെ സംബന്ധിച്ച് ഒരു ചായയും കാപ്പിയും കുടിക്കാതെ ശരിയാണ്. പക്ഷേ ഒരു 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ചായ കാപ്പി ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പോൾ പലരും ജീവിതത്തിലൊരു വിഷമം വരുമ്പം അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രെസ്സ് വരുമ്പം കേൾക്കുന്ന ഒരു കാര്യമാണ്,
ഞാൻ ഒന്ന് വലിച്ചിട്ട് വരാം, ഒരു സിഗരറ്റ് വലിച്ചിട്ട് വരാം, അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ച് എൻ്റെ പ്രശ്നം മാറും എന്നൊക്കെ ഉള്ളത്. ശരിക്കും ഇങ്ങനെയാണോ നമ്മളൊരു സ്ട്രെസ്സ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഇങ്ങനത്തെ ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പം ചില ആളുകൾ ഹെൽത്തി വേയിൽ അതിനോട് കോപ്പ് ചെയ്യും, മറ്റാളുകൾ അൺഹെൽത്തി വേ ആയിരിക്കും. മുമ്പ് പറഞ്ഞ പോലെ സിഗരറ്റ് വലിക്കും അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യും. പക്ഷേ ഹെൽത്തി വേയിൽ നമുക്കിതിനോട് കോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കാം, ഇഷ്ടപ്പെട്ട ആളുകളോട് കാര്യങ്ങൾ തുറന്നു പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു യാത്ര പോകാം. അപ്പം കുറച്ചും കൂടി ഒരു ഹെൽത്തി വേയിൽ നമ്മളിതിനോട് കോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതല്ലാതെ അൺഹെൽത്തി വേയിൽ നമ്മൾ കോപ്പ് ചെയ്യുമ്പോൾ പിന്നെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വീണ്ടും ലൈഫ് നമുക്ക് കൂടുതൽ നമ്മളെ സഫർ ചെയ്യും. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ്, നമ്മളോട് എപ്പോഴും എല്ലാവരും പറയും പോസിറ്റീവായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ട് ചിന്തിക്കണം. ശരിക്കും ഒരു റിയൽ ലൈഫിൽ ഒരു മനുഷ്യന് അങ്ങനെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റുമോ? ഈ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു വേസ്റ്റ് അഡ്വൈസിൽ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നതാണ് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. ശരിക്കും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്ക് സങ്കടം ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ഈ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ആളുകൾ പറയും നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ ഉണ്ടാകും. ഈ പല ആളുകളും ചെയ്യുന്ന ഇതൊക്കെ കണ്ടിട്ട് അവർ ഇമോഷനെ അങ്ങ് സപ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. അയ്യോ, ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമല്ലോ. ശരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അയാളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്.